എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെന്നൈ സ്റ്റൈൽ റെസിപ്പിയാണ്. ഇത് നമ്മൾ വെള്ളപ്പണിയാരം എന്ന് പറയും. തമിഴ്നാട്ടിലൊക്കെ കൂടുതലും ഉണ്ടാക്കാറുള്ളതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാറുള്ളതാണ്. ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് 4 മണി പലഹാരമായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് പച്ചരിയാണ് വേണ്ടത്. 1 കപ്പ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വടിച്ചെടുക്കണം കൈ കൊണ്ട്. അങ്ങനെയാണ് സാധാരണ നമ്മൾ അവിടെയൊക്കെ ചെയ്യാറുള്ളത്. അതിൻ്റെ മേലിലിട്ട് ഉഴുന്ന് ചേർക്കണം. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഇല്ലെന്ന് വെച്ചാൽ നമ്മൾക്ക് 1 കപ്പ് അരിയും ഒരു 2-3 ടേബിൾ സ്പൂൺ ഉഴുന്നും എടുക്കാം. പക്ഷേ ഇതുപോലെയാണ് എല്ലാവരും അവിടുത്തെ അമ്മൂമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യണത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഉഴുന്ന് ഇങ്ങനെ മേലിലിട്ടിട്ട് എത്രയാണോ ഈ കപ്പിൽ കൊള്ളുന്നത് അത്രയും നമ്മൾ എടുക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് തന്നെ നന്നായിട്ട് കഴിയതിന് ശേഷം കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം പിന്നെ നമ്മൾക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതേ വെള്ളം തന്നെ ഞാൻ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് കല്ലുപ്പ് കൂടെ ഇട്ടിട്ട് അരയ്ക്കണുണ്ട്. പൊടിയുപ്പ് വേണമെങ്കിൽ ഇങ്ങനെ അരച്ചതിന് ശേഷം നമുക്ക് ഇടാം. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇങ്ങനെ കലക്കിയെടുക്കുക. ദോശമാവെന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ആവാനും പറ്റില്ല. നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ആ ഒരു കൺസിസ്റ്റൻസി മതി മാവിന്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം നെയ്യപ്പം ഒഴിക്കണ പോലെ ഇത് ഒഴിക്കുക. ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ എണ്ണ ഒന്ന് ഇതിൻ്റെ മേലിലോട്ട് തൂവി കൊടുക്കുമ്പം അതങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. പൂരി പോലെ പൊങ്ങി വരും. അങ്ങനെ ശരിക്കും പൊങ്ങി വരണം. അപ്പോൾ പൊങ്ങി വന്ന ഉടനെ നമ്മൾക്ക് പിന്നെ അത് മറിച്ചിടാം. മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ മറിച്ചിട്ടിട്ട് ഒന്ന് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. ചമ്മന്തി നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. എന്നാലും ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു മുളകും തക്കാളിയും കൂടിയിട്ട് ചേർത്തിട്ടൊരു സിമ്പിൾ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു കോംബോ പോലെ ഇടുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പം വറ്റൽമുളകും അതുപോലെ സവോളയാണ് ചേർക്കുന്നത്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇത് നന്നായി അരച്ചതിന് ശേഷം ഒന്ന് കടുക് താളിച്ചെടുത്താൽ മതി. വെളിച്ചെണ്ണ തന്നെ. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. നമ്മുടെ ഇഡ്ഡലി പോലത്തെ ഒരു വെള്ളപ്പണിയാരമാണ് ശരിക്കും പറഞ്ഞാൽ. കാണുമ്പോൾ ഇഡ്ഡലി പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ പേര് നമ്മൾ വെള്ളപ്പണിയാരം, വെള്ള കളറിൽ ഇരിക്കണതുകൊണ്ട് അങ്ങനെ വെള്ളപ്പണിയാരം എന്ന് പറയണതാണ്. പക്ഷേ ഈ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് നേരം നമ്മൾക്കിപ്പോൾ മാവിങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും രാത്രി മുഴുവൻ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും 2 മണിക്കൂർ ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം. അത്രയേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. 4 മണി പലഹാരമായിട്ടോ ഇല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.